ആശാനല്ലേ? ആ TV എടുത്തോണ്ട് പോയിക്കോളൂ. നല്ല ചൂട് പട്ട, നല്ല ചുട്ട ചിക്കൻ. ഈ ചുട്ട ചിക്കനും പട്ടയും നല്ല കൂട്ടല്ലേ ആശാനെ? കട്ട മുതൽ വിറ്റ് കിട്ടിയതല്ലേ, തട്ടിക്കോ തട്ടിക്കോ. അതിരിക്കട്ടെ, TV എന്തെല്ലാം കൊടുത്തു? പാതി വിലക്ക് കൊടുത്തു. അത് മോശമായി പോയി. ദാനം കിട്ടിയ പശുവിന്റെ വായിലെ പല്ലെണ്ണരുത്. നീ അങ്ങനെ കൊണ്ട് കടന്ന് ചിന്തിക്കണ്ട. മോശമായി പോയെന്നോ? പറഞ്ഞത് തിരിച്ചെടുത്തു. കേട്ട് കേട്ട്. ആശാൻ ഈ ബുദ്ധി ഇല്ലായിരുന്നെങ്കിൽ നീ നിന്റെ ഫാമിലിയും പട്ടിണി കിടന്ന് ചീഞ്ഞേനെ. സത്യം. ആശാൻ ഈ മോഷണം അവിടുന്ന് പഠിച്ചു? ഒരിടത്തൊന്നും പഠിച്ചതല്ല, പരമ്പരാഗതമായി കിട്ടി. അത് ശരി. എന്റെ അച്ഛൻ കള്ളനായിരുന്നു, അച്ഛന്റെ അച്ഛൻ പെരുങ്കള്ളനായിരുന്നു. പകല് തെങ്ങിക്കേറ്റം, രാത്രി വീട്ടിക്കേറ്റം. ഇടക്കിടക്ക് പോലീസ് സ്റ്റേഷനിൽ അവര് മരിക്കുന്നത് വരെ പോലീസിനൊന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ല. അതെന്താ ആശാനെ? നാട്ടുകാര് തല്ലിക്കൊന്ന് കുഴിച്ചു മൂടി. അപ്പൊ ഒരു റോബറിംഗ് ഫാമിലി ആയിരുന്നു. പറ്റിയ ആളുടെ അടുത്ത് തന്നെ ഞാൻ വന്ന് പെട്ടത്. നമ്മളുടെ അവസാനമൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. പറഞ്ഞു പേടിപ്പിക്കടാ ഇതിനാശു. പേടിയാണെങ്കിൽ പഠിക്ക് നിക്കരുത് ആശാനെ. എന്നെ ഏൽപ്പിക്ക്. മോഷണം ഞാൻ കാണിച്ചടാ പുല്ലേ. നല്ല ഒറിജിനൽ പട്ട, അറിയാതെ വായിന്ന് വീണ് പോയതാ. മതി, ഇനി വായിന്ന് വീഴണ്ട. ശരിയാ. കള്ളന് കഞ്ഞി വെച്ച തെണ്ടി. അയ്യോ പറ്റിച്ചോ, ഇത് സ്വർണ്ണമല്ല പിത്തളയാ. കള്ള പരിശ. താടി. നീ എന്റെ ശിഷ്യൻ തന്നെയാണടാ മകനെ. ബ്രദറെ ഈനാശോ, ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നിന്റെ ഉണക്ക കാല് പിടിച്ചു. ഇനി ഞാൻ നിന്റെ മുഖത്ത് നോക്കി ഒരു സത്യം പറഞ്ഞോട്ടെ? ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് ഈ തല നിനക്കൊരു അലങ്കാര വസ്തു മാത്രമാണെന്ന്. ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത് ഇത് നിറയെ ബുദ്ധി മിക്സ് ചെയ്ത തലച്ചോറാണെന്ന്. കാണട്ടെ കാണട്ടെ, തുറക്ക് തുറക്ക്. തല തുറക്കാനോ? അയ്യോ, തട്ടിക്കൊണ്ടുവന്ന പെട്ടി തുറക്കാൻ. പുസ്തകം, പെൻസില്, ചോക്ലേറ്റ്, ഉപ്പുമായോ, ഉന്നം പിഴച്ചു പോയ ആശാന്. എന്താണ് ആശാനെ പാത്തും പതിക്ക് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായല്ല? ചില കള്ളന്മാരെ പോലെ എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ ഇന്നത്തെ പ്രോഗ്രാം എന്താണെന്ന് പറ. ഈ പവർ കട്ട് നമ്മളെ പോലുള്ളവർക്ക് ഭയങ്കര അനുഗ്രഹമാണ്. അതറിഞ്ഞുകൊണ്ട് ആമ്പിള്ളേർ അതിന്റെ ദൈർഘ്യവും കൂട്ടി തന്നിട്ടുണ്ട്. എന്തൊരു കൃത്യനിഷ്ഠത! കൃത്യസമയത്ത് പോകുന്നു, കൃത്യസമയത്ത് വരുന്നു. ആ ഗ്യാപ്പിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു. പക്ഷെ ഇന്ന് അങ്ങനല്ല. നമ്മുടെ തൊഴിൽ ചെയ്യുന്ന മറ്റുള്ളവരിൽ നിന്നും ഞാനിവിടെ വ്യത്യസ്തനാവുകയാണ്. അതായത് ആശാന്റെ ഫിലോപ്പസി വേറെയാണെന്ന് അർത്ഥം. ഫിലോപ്പസി അല്ലടാ, ഫിലോസഫി. ഇന്നത്തെ ജോലിക്ക് വെളിച്ചം വേണം. വെളിച്ചത്ത് മോഷ്ടിക്കാനോ? ആശാന്റെ തലക്ക് വട്ടുണ്ടോ? വട്ട് നിന്റെ അപ്പന്. നീ അത് കണ്ടോടാ? ജെനിമിനേറ്റർ അല്ലേ? ജനറേറ്റർ. പവർ കട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പാവം കുന്ത്രാണ്ടത്തിന്റെ ആവശ്യം ആർക്കുമില്ല. സർക്കാർ ആശുപത്രിയിലെ വരാന്തകളിൽ ആരും നോക്കാനില്ലാത്ത രോഗികൾ കിടക്കുന്നവര് ഇത് അവിടെ കിടക്കും. അവരെ നോക്കാനെങ്കിലും ആരെങ്കിലും വേണ്ടടാ. വെളിച്ചമേ നയിച്ചാലും നീ ആളകത്താക്കി അടങ്ങൂലടാ. നീ പോയാ ജോർജിന്റെ ബാക്ക് എഞ്ചിൻ ഓട്ടോ വിളിച്ചോണ്ട് വാ. എന്താണാവോ? എന്റെ വളരെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു പോലീസുകാരെ കൊണ്ട് പാദസേവ ചെയ്യിക്കണമെന്ന്. ഇന്നത് നടന്നു. കട്ട കുറ്റത്തിന്, കക്കാത്ത കുറ്റത്തിന് തൊണ്ടു മുതലെടുപ്പിക്കാൻ, അങ്ങനെ പലതിനും കേരളത്തിലെ ഒട്ടുമിക്ക പോലീസുകാരും എന്റെ മേലാസകലം കയറി ഇറങ്ങിയിട്ടുണ്ട്. സസ്പെൻഷനിലാണെങ്കിലും നിങ്ങളും പോലീസുകാരാണല്ലോ. നമുക്ക്
അമുക്ക് അമുക്കുകളെ. ഇത് കഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ വിസ്തരിച്ചൊന്ന് കുളിക്കണം. അതിനുശേഷം വിഭവസമൃദ്ധമായ ഊണ്. ഞാൻ പറഞ്ഞ വിഭവങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. സിംഹവാലം കുരങ്ങിന്റെ ഇറച്ചി മാത്രം കിട്ടിയില്ല. ഇല്ലേ തൊണ്ടി? ജോലി തിരികെ കയറിയിട്ട് ഫുട്ബോൾ ഇട്ട് തട്ടിക്കളിക്കുന്ന പോലെ എന്നെ തട്ടിക്കളിക്കാവുന്നില്ലേ തന്റെ മനസ്സിലിപ്പോ? കണ്ണീ ചോരയില്ലാത്ത വർത്താനം പറയല്ലേ കമാര. നാളെയാണ് 7-ാം തീയതി. ഈനാശുവിനെ എടോ, ഞങ്ങള് പോലീസുകാരല്ല, കള്ളന്മാരാണ്. കള്ളന്മാര് വാക്ക് പറഞ്ഞ വാക്കാ. പൊക്ക് പൊക്ക് പൊക്ക്, കുളിമുറിയിലേക്ക് പൊക്ക്. കൈ വിടുന്ന പരീക്ഷകളെ എത്ര കുടിച്ചാലും പരസഹായമില്ല നടക്കാൻ ഇക്കമാരന് കഴിയും. അച്ഛനെ ഈനാശ് വന്നിരുന്നു. ഇപ്പൊ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. നാളെ സ്റ്റേഷനിൽ ഹാജരാക്കാനുള്ള പ്രതിയെ മോഷ്ടിക്കാൻ പറഞ്ഞേച്ച നീയൊക്കെ പോലീസുകാരോടാ പന്നികളെ. അല്ല, അവൻ ഒരുപാട് മോഷണം നടത്തി അവന്റെ തന്തയാ മോഷ്ടിച്ചിട്ടുള്ളത്. ഇന്ന് വരെ സ്വന്തമായ ഒരു മോഷണം നടത്തി വിജയിക്കാൻ കഴിയാത്തവനാണ് അവൻ.